പ്രൈസ് ദി ലോർഡ്. പ്രഭാതയാമത്തിൽ യെഹെസ്കേൽ പ്രവാചകൻ്റെ അനുഭവത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. പ്രവാചകനായിരുന്ന യെഹെസ്കേൽ തൻ്റെ പ്രവാചക ജീവിതത്തിലെ ഒരു പ്രത്യേകമായ മറക്കാനാകാത്ത ഒരു സന്ദർഭത്തെ, ഒരു ദർശനത്തെക്കുറിച്ച് നമ്മോട് വിവരിക്കുകയാണ്. 40-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ താൻ ഇങ്ങനെ എഴുതുന്നു: ദിവ്യ ദർശനങ്ങളിൽ അവൻ എന്നെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുചെന്ന് ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിന്മേൽ നിർത്തി. ഹി സെറ്റ് മീ അപ്പോൺ എ വെരി ഹൈ മൗണ്ടൻ. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ദേശത്തിലെ വളരെ ഉയർന്ന പർവ്വതത്തിൽ നമ്മുടെ കർത്താവിനെയും പരീക്ഷയ്ക്കായി ഒരു ദിവസം കൊണ്ടുപോയി. താൻ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റതിനു ശേഷം പരിശുദ്ധാത്മപൂർണനായി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പരീക്ഷയ്ക്കായി നടത്തി. പലയിടങ്ങളിൽ അവനെ കൊണ്ടുപോയി. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന ഒരു മലയിൽ കൊണ്ടു നിർത്തി. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം നമ്മൾ യോഹന്നാൻ അപ്പോസ്തലൻ്റെ അനുഭവം ഒന്ന് നോക്കിയാൽ, പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ അപ്പോസ്തലനെ ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റവും ഉയർന്ന ഒരു മലയിൽ കൊണ്ടു നിർത്തി. പല ദർശനങ്ങൾ കാണിക്കുവാൻ, പല അനുഭവങ്ങളിൽ കൂടെ അവർ കടന്നു പോകുവാൻ ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നോക്കൂ, യെഹെസ്കേൽ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്: ഞാൻ നിന്നെ കാണിപ്പാൻ പോകുന്ന എല്ലാറ്റിലും ശ്രദ്ധ വയ്ക്കുക. ഞാൻ അവ നിനക്ക് കാണിച്ചു തരുവാനായിട്ടാകുന്നു നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ടു ഇൻറ്റൻറ്റ്, ഉദ്ദേശം. ദൈവത്തിന് നമ്മെ നടത്തുന്ന വഴികളിലൊക്കെയും ദൈവത്തിന് ചില ഉദ്ദേശം കാണും. ദർശനങ്ങളിൽ കൂടെയാണ് ഇത് കണ്ടത്, അനുഭവിച്ചതെന്ന് യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നതെങ്കിലും നമുക്ക് പല സന്ദേശങ്ങൾ തരുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഇതൊക്കെയും കുറിക്കപ്പെട്ട് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ജീവിതത്തിൻ്റെ പല ഏടുകളിൽ നാം പല രീതിയിൽ നമ്മുടെ വഴികളെക്കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ ദൈവം നമ്മെ പരീക്ഷകളുടെ അത്യുന്നതമായ ഒരു കൊടുമുടിയിൽ ചില സമയത്ത് നമ്മളെ കൊണ്ടുപോയെന്നിരിക്കാം. അതുപോലെ തന്നെ ആത്മീക ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഭൗമിക ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ വളരെ ഉയർത്തി ദൈവം പലത് കാണുമാറാക്കുന്നു. ഇല്ലായ്മകളിലെ ഉയർച്ചയിൽ ദൈവം നമ്മെ കൊണ്ടുപോകുന്നു. അതിനുശേഷം അനുഗ്രഹങ്ങളുടെ ഉയർച്ചയിൽ നമ്മെ കൊണ്ടുപോകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് വെറുതെ അല്ല, ചിലത് കാണിച്ചു തരുവാൻ. നീ ശ്രദ്ധയോടെ നീ കാണുന്നതെല്ലാം ഗ്രഹിക്കേണ്ടതിന്, മനസ്സിലാക്കേണ്ടതിന്, നിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നിൻ്റെ തലമുറകളോട് നീ ഘോഷിക്കുവാൻ, അവർക്ക് സാക്ഷ്യമായി, ജ്ഞാപകമായി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ നടത്തുന്നതായ വഴികളെക്കുറിച്ച് നമുക്ക് ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ ഒന്ന് പരിശോധന ചെയ്താൽ, പ്രിയപ്പെട്ട ദൈവപൈതലേ, പലപ്പോഴും നാം ചിന്തിക്കാത്ത, നമുക്ക് കയറുവാൻ കഴിയാത്തതായ പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ ദൈവം നമ്മെ നടത്തിയിട്ടുണ്ട്. നമ്മളതിന് യോഗ്യരല്ല, നമുക്ക് തനിയെ കയറുവാൻ കഴിയുകയില്ല. പക്ഷെങ്കിൽ അവിടെ കയറുവാൻ നമുക്ക് സാധിച്ചത് ഒരു ദിവ്യമായ ഇടപെടലുകൾ നമ്മുടെ ആത്മാവിന്മേൽ ഉണ്ടായി. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഉയർത്തിയതാണ്. ആ പർവ്വതത്തിൻ്റെ ശിഖരങ്ങളിൽ നമുക്കായിട്ട് കയറുവാനുള്ള ജ്ഞാനങ്ങളില്ല, അതിനുള്ളതായ ടൂൾസുകളില്ല, അറിവില്ല, ആരോഗ്യമില്ല, അതിനുള്ളതായ പിൻബലമില്ല, അതിന് നമ്മെ സഹായിക്കുന്നവരാരുമില്ല. എങ്കിലും ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ചിന്തിച്ചു, നമ്മെ ആ പർവ്വതത്തിൻ്റെ ശിഖരങ്ങളിൽ എത്തിക്കണം. ഇതിനായിട്ടാകുന്നു ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. പലപ്പോഴും പല കഷ്ടതയുടെ തീച്ചൂടയിൽ കൂടെ നിന്നെ കടത്തുമാറാക്കിയത്, ആരും സഹായമില്ലാത്ത ഒരു സ്ഥാനത്ത് കൊടുമുടിയുടെ ഉയരത്തിൽ നിന്നെ കൊണ്ട് നിർത്തിയത് ഇതിനായിട്ടാകും. എന്തിനാണെന്ന്? ഞാൻ മാത്രമേ നിന്നെ സഹായിക്കുവാനുള്ളൂ. എൻ്റെ കരങ്ങൾ കൊണ്ട് മാത്രമേ നിന്നെ താങ്ങുവാൻ കഴിയുകയുള്ളൂ. നിന്നെ വീഴാതെ നിന്നെ സൂക്ഷിപ്പാൻ എനിക്ക് മാത്രമേ കഴിയൂ എന്ന് നിനക്ക് മനസ്സിലാക്കുവാൻ.
2, ഇവിടെ ഇത്ര ഉന്നതിയിന്മേൽ നിന്നെ നടക്കുമാറാക്കിയത് ശത്രുക്കളുടെ മുൻപിൽ വെച്ച് ദൈവം നിന്നെ ഉയർത്തിയതിൻ്റെ കാരണം ദൈവമാണ് അതിൻ്റെ പിന്നിൽ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചത് നീ മനസ്സിലാക്കുവാൻ. അപ്പോൾ നിൻ്റെ ബുദ്ധിയിൽ, നിൻ്റെ ഉയർച്ചയിൽ നിൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ചാൽ, നമ്മുടെ ജ്ഞാനത്തിൽ ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വിരോധമായി തീരും. ദൈവം നമ്മെ കൈവിടും, നാം താണു വീട് പോകും, നമ്മൾ താളടിയായി പോകും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് മനുഷ്യൻ താളടിയായി പോകുന്നത്. അനേകർ ഒരു ദിവസം ഉയർന്ന് കാണും, പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അവൻ ഇതാ താഴെ കിടക്കുന്നത്. എന്താണെന്നറിയാമോ? അവൻ്റെ ഉയർച്ചയിൽ അവൻ പ്രശംസിച്ചു. എന്നാൽ ദൈവം ഉയർത്തുന്നതായ പാതകളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുവാൻ, കർത്താവേ ഞാൻ ഏതുമില്ല. നോക്കൂ, ചന്ദ്രനിൽ ചില മനുഷ്യർ ആ ചന്ദ്രനിൽ പ്രവേശിച്ചപ്പോൾ, അപ്പോളോ 11 കൂടെ ചന്ദ്രനിൽ പ്രവേശിച്ചപ്പോൾ അതിലുണ്ടായിരുന്നതായ ആ യാത്രികർ തിരുവചനം എടുത്ത് നിവർത്തിച്ചുകൊണ്ട്, കർത്താവേ നിൻ്റെ സൃഷ്ടിയെ കാണുമ്പോൾ ഞങ്ങൾ എന്തുള്ളൂ, മനുഷ്യൻ പുത്രന്മാരെ ഓർക്കുവാൻ അവൻ എന്തുള്ളൂ എന്ന് ആ ചന്ദ്രൻ്റെ പ്രതലത്തിൽ വെച്ച് ആംസ്ട്രോങ്ങും തൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ വായിച്ച് സന്തോഷിച്ചെന്ന് നമ്മൾ വാർത്ത വായിച്ചിട്ടില്ലേ? അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവർ അല്പമേ ഉള്ളൂ. നോക്കൂ, നമുക്കാർക്കും ചെന്നെത്തുവാൻ കഴിയാത്തതായ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ എത്തിയതായ മനുഷ്യൻ അവരുടെ അല്പത്തെക്കുറിച്ച് മനസ്സിലാക്കി. മനുഷ്യൻ ഒന്നുമില്ല എന്ന് അവർ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള ബഹുത്വത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കും. ദൈവത്തിനുള്ളതായ സന്ദേശം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ, നമ്മുടെ മനസാക്ഷിയുടെ ആഴങ്ങളിൽ, ആത്മാവിൻ്റെ ആഴങ്ങളിൽ നമ്മോട് സംസാരിക്കുന്ന ഒരു സന്ദേശം എന്താണെന്ന് അറിയാമോ? യെഹെസ്കേൽ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, ഞാൻ ഇവയൊക്കെയും നിനക്ക് കാണിച്ചു തരുവാൻ ഇതിനായിട്ടാകുന്നു ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നീ എത്തിയിരിക്കുന്ന സ്ഥാനത്ത്, നീ എത്തിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അതൊരു കഷ്ടതയാകാം, അതൊരു നഷ്ടമാകാം, അതൊരു ലാഭമാകാം, അത് നിനക്കൊരു ഉയർച്ചയുള്ള ഭാഗമായിരിക്കാം, ഇല്ലെങ്കിൽ താഴ്ചയുള്ള ഭാഗമായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. അതിൻ്റെ കൊടുമുടിയിൽ നീ എത്തിയിരിക്കുമ്പോൾ പലപ്പോഴും നീ വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇതിനായിട്ടാകുന്നു, ഇതിനെ കാണിച്ചു തരുവാനായിട്ടാകുന്നു ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഉയർച്ചയിലേക്കാണ് ദൈവം നിന്നെ കൊണ്ടുവന്നതെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിനക്ക് ഞാൻ എൻ്റെ കൈകളുടെ പ്രവൃത്തികളുടെ മഹത്വത്തെക്കുറിച്ച് നിനക്ക് മനസ്സിലാക്കി തരുവാനാകുന്നു ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്നാൽ യെഹെസ്കേലിനെ കാണിച്ചതുപോലെ അനേക പട്ടണങ്ങളെ, ഗോപുരങ്ങളെയും അളക്കുവാൻ ദൂതൻ അളവ് ചരടും കൊണ്ട് പുറപ്പെട്ടതുപോലെ അനേക മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്ന വിധത്തെക്കുറിച്ച് നമ്മെ മനസ്സിലാക്കി തരുവാനാകുന്ന ദൈവം അവിടേക്ക് കൊണ്ടുവന്നത്. നാം അത് കാണുമ്പോൾ അത് ഗ്രഹിച്ചിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ അതിന്മേലൊക്കെയും ശ്രദ്ധ വയ്ക്കുക, നീ കാണുന്നതൊക്കെയും ഇസ്രായേൽ ഗൃഹത്തോടെ അറിയിക്കുക എന്ന് കൽപ്പിച്ചു. ദൈവം നമ്മുടെ സാക്ഷ്യത്തെ ചെവിക്കൊള്ളുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് കാത്തിരിക്കുകയാണ്. നീ എങ്ങനെയാണ് ഉയരത്തിൽ ചെന്നത്? ഉയരത്തിൽ ചെന്നപ്പോൾ നീ എന്ത് കണ്ടു? എന്തനുഭവിച്ചു? എന്തായിരുന്നു നിൻ്റെ മാനസികാവസ്ഥ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, നീ എന്ത് കണ്ടു? ഉയരത്തിൽ ചെന്നല്ലോ, ദൈവം നിന്നെ ഉയരത്തിൽ കൊണ്ടുവന്നല്ലോ, ഏറ്റവും ഉയർന്ന ഒരു സ്ഥലത്ത് നിന്നെ കൊണ്ടുവന്നല്ലോ. പക്ഷെങ്കിൽ അവിടെ കൊണ്ടുവന്നപ്പോൾ നീ എന്ത് കണ്ടു? അതിനൊരു ഉത്തരം നമ്മൾ കണ്ടുവയ്ക്കണം. ദൈവത്തോട് പറയുവാൻ, കർത്താവേ ഞാൻ ഇന്നത് കണ്ടു, ഇന്നത് അനുഭവിച്ചു. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുകയാണ്, ഇതിനായിട്ടാകുന്നു ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെങ്കിൽ അതിൻ്റെ അടുത്ത ചോദ്യം ദൈവം ചോദിക്കുന്നു, നീ എന്ത് കണ്ടു? ദൈവത്തിന് സ്തോത്രം. നിന്നെക്കുറിച്ചൊരു സാക്ഷ്യമുണ്ടാകട്ടെ. നീ കണ്ടത് അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ദൈവം നിനക്ക് ധാരാളം കൃപ തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.